കോഴിക്കോട്ടേക്ക് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മലയോര മേഖലയിൽ, കുറ്റ്യാടി മലയോര മേഖലയിലൊക്കെ ഇപ്പം നല്ല ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കാവിലുംപാറ, മരുതോങ്കര, കായക്കുടി പഞ്ചായത്തുകളിലാണ് 100-ലധികം പേർക്ക് ഇതിനകം തന്നെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ മലയോര മേഖലയിലെ കാവിലുംപാറ, മരുതോങ്കര, കായക്കുടി പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത്. കാവിലുംപാറയിലും മരുതോങ്കരയിലും മാത്രം ഇതിനകം 100-ലേറെ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലുമായാണ് രോഗികൾ ചികിത്സയിലുള്ളത്. കാവിലുംപാറ പഞ്ചായത്തിലെ മൊയിലോത്തറയിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. ആരോഗ്യവകുപ്പും പഞ്ചായത്തും ശക്തമായ പ്രതിരോധ നടപടികളിലൂടെ രോഗബാധ നിയന്ത്രണ വിധേയമാക്കി വരുന്നുണ്ട്. ഇതിലെ ഉറവിടമെന്ന് സംശയിക്കുന്ന വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തോ പെശകുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പഠിച്ചു വരികയാണ്. എന്തായാലും ഇനി കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പും പഞ്ചായത്തും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഭയമുണ്ടാവേണ്ട ആവശ്യമില്ല. ഏകദേശം 40-41 കേസുകളോളായി കാവിലുംപാറ പഞ്ചായത്തിൽ മാത്രം. അപ്പം അതിന് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി. അപ്പം ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി ഈ അസുഖത്തിൻ്റെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിയന്ത്രിക്കുകയും ഇപ്പം ഉണ്ടായ രോഗികളിൽ നിന്ന് ഇനി അങ്ങോട്ടൊരു കേസ് ഇല്ലാതിരിക്കാനും വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. മൊയിലോത്തറയിലെ കല്യാണ വീട്ടിൽ മഞ്ഞപ്പിത്തത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. കാവിലുംപാറയിലും മരുതോങ്കരയിലും നിലവിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ടായ വീടുകളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതീവ ജാഗ്രതയിലാണ്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.